ഹല്ലേലൂയ ന്യൂസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്ന് എന്നോടുകൂടെ പാസ്റ്റർ ചാക്കോ ദേവസ്യ എന്ന് പറയുന്ന അനുഗ്രഹീതനായ ഒരു ദൈവദാസനുണ്ട്. മലബാറിൽ കഴിഞ്ഞ 3.5 പതിറ്റാണ്ടായി സുവിശേഷ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന അനുഗ്രഹീതനായ ഒരു ദൈവദാസനാണ് അദ്ദേഹം. ആലപ്പുഴ സ്വദേശിയാണ്, കുട്ടനാടുകാരനാണ്. എന്നാൽ കഴിഞ്ഞ 33 വർഷം പാലക്കാടിനടുത്തുള്ള ധോണി എന്ന് പറയുന്ന സ്ഥലത്ത് താമസിച്ചുകൊണ്ട് അവിടെ ഒരു സഭ സ്ഥാപിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. മാത്രവുമല്ല, ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ പട്ടാമ്പി സെൻറ്ററിൻ്റെ ശുശ്രൂഷകൻ കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങൾ, അദ്ദേഹം വിശ്വാസത്തിലേക്ക് വരുവാനുണ്ടായ സാഹചര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ മലബാറിലെ പ്രവർത്തനങ്ങളുടെ സാഹചര്യങ്ങൾ, ആ എക്സ്പീരിയൻസുകളൊക്കെ അദ്ദേഹം നമ്മളുമായിട്ട് ഷെയർ ചെയ്യുന്നു. സ്വാഗതം ചെയ്യാം ഹല്ലേലൂയ ന്യൂസിലേക്ക് പാസ്റ്റർ ചാക്കോ ദേവസ്യയെ. പ്രൈസ് ലോർഡ് പാസ്റ്റർ. പ്രൈസ് ലോർഡ്. യെസ്, മലബാറിലാണ് 33 വർഷമായിട്ട്. ധോണി എന്ന് പറയുന്നത് പാലക്കാട് ടൗണിനോട് ചേർന്നുള്ള ഒരു സ്ഥലം. 9 കിലോമീറ്റർ ഉണ്ട്. 9 കിലോമീറ്റർ. ഓ, ഓക്കെ. ഒലവക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തായിട്ട് ഒരു 3 കിലോമീറ്റർ വരും സ്റ്റേഷനിലേക്ക്. ഈ ധോണിയിൽ എപ്പോഴും ആന ഇറങ്ങുകയൊക്കെ ചെയ്യുന്നത് അവിടെ ചവിട്ടി കൊല്ലുകയൊക്കെ ചെയ്താണ്. ഞാൻ എപ്പോഴും എൻ്റെ മനസ്സിൽ ഓർമ്മയിൽ ഇങ്ങനെ ആന ഇറങ്ങുന്ന ഒരു സ്ഥലമായിട്ടാണ് ഈ ധോണിയെ കുറിച്ച്. എന്നാൽ ഭാഷ താമസിക്കുന്നതിൻ്റെ അടുത്ത് എങ്ങാനും ആന വന്നിട്ടുണ്ടോ? അതോ? ഉണ്ട്, ആന വന്ന് ഞങ്ങളുടെ തൊട്ടടുത്താണ് ഈ ഒരാളെ ചവിട്ടി കൊന്നു. പിന്നെ അതുപോലെ പുലി പ്രസവിച്ചിടത് ഞങ്ങളുടെ തൊട്ടടുത്താണ്. അങ്ങനെയുള്ള ഇപ്പോഴും അതൊരു വലിയ പ്രശ്നം. ഇത് ഏത് വനത്തോട് ചേർന്ന് കിടക്കുന്ന? ഇത് ധോണി വനം എന്ന് പറയും. ധോണി വനം. ഓ, ഓക്കെ. വലിയ വനമാണോ അതോ? വലിയ ഒരു ഫോറസ്റ്റ് ഏരിയയാണ്. അവിടെ ധോണിയം വനത്തിൽ നിന്നാണ് ഈ ധോണിയും മലമ്പുഴ കൂടി കിടക്കുന്ന ആ വനത്തിൽ നിന്നാണ് ഈ ആന ഇറങ്ങി. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ അതിപ്പോഴും വന്യജീവികളുടെ ഈ ശല്യം ഒരു വലിയ പ്രശ്നമാണ്. ഇന്നലെയും ഒരു ശാസ എന്ന് പറഞ്ഞൊരു പുലി ഇറങ്ങി ഒരു പട്ടിയെ പിടിച്ചുകൊണ്ട് പോയി ന്യൂസിലുണ്ടായിരുന്നു. ജനങ്ങൾ വല്ലാത്ത ഭീതിയിലായിരിക്കും അവിടെ താമസിക്കുന്നത്. അതെ അതെ. പക്ഷേ ഇത് റെയിൽവേ സ്റ്റേഷനോടൊക്കെ അടുത്ത് കിടക്കുന്ന സ്ഥലമാണെങ്കിലും ഓക്കെ. എനിവേ, കുട്ടനാട്ടിൽ എവിടെ ശരിക്കും സ്ഥലം? കുട്ടനാട്ടിൽ കുന്നങ്കരി എന്ന് പറയും. കുന്നങ്കരി. ഓക്കെ. കുന്നങ്കരി, ചേന്നങ്കരി, ഇങ്ങനെയെല്ലാം ഒത്തിരി കരികളുള്ള സ്ഥലങ്ങളാണ് ആലപ്പുഴയിലെ കുട്ടനാട് മേഖല. എന്തൊരു ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. പക്ഷെ അവിടെ താമസിക്കുന്നവർക്ക് വലിയ ബുദ്ധിമുട്ടാണ് അല്ലേ? ഈ എപ്പോഴും വെള്ളം കയറുകയും. ഇപ്പൊ ആരെങ്കിലും ഉണ്ടോ? എൻ്റെ സഹോദരന്മാരൊക്കെ അവിടെ തന്നെയാണ്. എല്ലാവരും അവിടെ തന്നെ. ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ടോ? ഓക്കെ. ഈ മലബാറിന് പോകാൻ എന്നാ കാര്യം? ഞാൻ ന്യൂ ഇന്ത്യ ദൈവസഭയോടുള്ള ബന്ധത്തിലാണ് അവിടെ ഞാൻ കൂടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ എനിക്ക് കുട്ടനാട്ടിൽ ന്യൂ ഇന്ത്യ ദൈവസഭയാണ് ഏറ്റവും ശക്തമായ പ്രവർത്തനം. വി. എ. തമ്പിയുടെ കാലഘട്ടങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തനം. അങ്ങനെയാണോ വിശ്വാസത്തിലോട്ട് വരുന്നത്? അതെ, അങ്ങനെ വിശ്വാസത്തിലേക്ക് വരുന്നത്. ഓ, ശരി. അപ്പം പഠിച്ചത് എവിടെ? ചിങ്ങവനത്ത് ന്യൂ ഇന്ത്യയിൽ പഠിച്ചു. പിന്നെ എങ്ങനെ IPC വന്നേ? ഞാൻ ന്യൂ ഇന്ത്യയുടെ ബന്ധത്തിലാണ് പാലക്കാട്ടേക്ക് പ്രവർത്തനത്തിന് പോയത്. പക്ഷേ അവിടെ ചെന്ന് 2 വർഷമേ ന്യൂ ഇന്ത്യ പ്രവർത്തിച്ചുള്ളൂ. പിന്നെ ചില സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അവിടെ നിന്ന് മാറി അന്ന് മുതൽ IPCയിൽ ചേർന്നേക്കുന്നു. കാരണം IPCയിലായിട്ട് 30 വർഷത്തോളമായി. 30 വർഷമായിട്ട് IPC. അപ്പോൾ ഈ ധോണി തിരഞ്ഞെടുക്കാൻ എന്താ കാരണം? ഞാൻ പാലക്കാട്ട് പോകുന്നത് ഒരു പ്രവർത്തനത്തിന് നമ്മുടെ ന്യൂ ഇന്ത്യയിൽ പാസ്റ്റർ MB ജോണിൻ്റെ ശുപാർശയില്ല. അന്ന് എനിക്ക് കുറച്ച് കടബാധ്യതകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നിന്നാൽ അന്ന് കുറച്ച് ദൂരെ മാറി പ്രവർത്തിക്കാം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മലബാർ ബന്ധത്തിൽ അങ്ങനെയാണ് പോകാൻ കാരണം. അങ്ങനെ പോകുന്നത്. പക്ഷേ അതൊരു ദൈവിക ഉദ്ദേശമായിരുന്നു. പിന്നീട് തിരിച്ചറിയുന്നുള്ളത്. വിശ്വാസത്തിലോട്ട് എങ്ങനെ വന്നേ? വിശ്വാസത്തിൽ ഞാൻ കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടിലാണ്. ഞങ്ങൾ 8 മക്കളാണ്. 8 മക്കൾ. ഈ കുട്ടനാട്ടിലെ എല്ലാ വീട്ടിലും 8 മക്കളൊക്കെ ഉണ്ടായിരുന്നു. ഒന്നുമില്ല. എന്നാലും വലിയ കാർഷിക മേഖല ആയതുകൊണ്ട് കൂടുതൽ മക്കളുണ്ടെങ്കിലേ കാര്യങ്ങൾ ഭംഗിയായിട്ട് പോകത്തുള്ളൂ. ഓക്കെ. ഞങ്ങൾ 4 ആണ്, 4 പെണ്ണും. ഞങ്ങൾ 8 പേരും ഇപ്പോഴും ഉണ്ട്. അപ്പം ഫാദറും മദറും മരിച്ചുപോയി. ബാക്കി മക്കളെല്ലാം ഉണ്ട്. ഞാൻ മാത്രമാണ് പാലക്കാട്ടുള്ളത്. അവരൊക്കെ ഇപ്പോഴും കത്തോലിക്കലാണ്. അതിലിപ്പോൾ എൻ്റെ ഒരു ഇളയ അനിയൻ കുടുംബമായിട്ട് വിശ്വാസത്തിലുണ്ട്. ഇളയ അനിയൻ്റെ മൂത്ത ചേട്ടൻ്റെ ഒരു മകള് കുടുംബമായിട്ട് വിശ്വാസത്തിലുണ്ട്. ബാക്കി എല്ലാവരും കത്തോലിക്ക തന്നെ നിൽക്കും. അപ്പം എങ്ങനെയാണ് വിശ്വാസത്തിലേക്ക് വരാനുണ്ടായ സാഹചര്യം? വിശ്വാസത്തിലേക്ക് വരാനുള്ള കാര്യം, ഞാൻ വിദ്യാഭ്യാസത്തിനൊക്കെ ശേഷം ഒരുമാതിരി സാമ്പത്തിക ശേഷിയുള്ള കുടുംബമാണെങ്കിൽ ഒരു ബിസിനസ്സൊക്കെ തിരഞ്ഞെടുത്ത് ആ ബിസിനസ് ഒക്കെ പരാജയപ്പെട്ട് അങ്ങനെ ഒത്തിരി കടബാധ്യതകളൊക്കെ വന്നിട്ട് ജീവിതത്തിൽ നിരാശപ്പെട്ട് മരണം മാത്രം മുന്നിൽ കണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ ഒരു പള്ളിഭക്തനായിട്ട് ജീവിക്കുന്ന സമയത്താണ്. അപ്പോൾ ഈ ബിസിനസ്സിൻ്റെ വിജയത്തിന് വേണ്ടി ഞാൻ ഒത്തിരി മന്ത്രവാദങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. ഈ കത്തോലിക്കരാണെങ്കിലും മന്ത്രവാദമൊക്കെ ചെയ്യുമായിരുന്നു. മന്ത്രവാദമൊക്കെ ചെയ്ത് ആദ്യഘട്ടങ്ങളിലൊക്കെ ബിസിനസ്സൊക്കെ വിജയമായിരുന്നു. ഒടുവിൽ എന്തുവായിരുന്നു ബിസിനസ്? എനിക്ക്
പല ബിസിനസ് ചെയ്തെങ്കിലും ഒടുവിൽ മാട് കച്ചവടമായിരുന്നു. മാട് അതായത് കച്ചവടം. ഈ തെക്കനാടുകളിൽ ചെന്ന് മാടിനെ കൂട്ടത്തോടെ എടുത്തുകൊണ്ട് ഇവിടെ വിൽക്കുക, കന്നുകാലിയെ വളർത്താൻ വേണ്ടി വിൽക്കുന്ന അല്ലേ, അതെ കൊണ്ടുവന്ന് കൊടുക്കുക, വിൽക്കുന്ന ആളാണ്. അങ്ങനെ വന്നു. ആദ്യമൊക്കെ വിജയമായിരുന്നെങ്കിലും പിന്നെ അത് ഒത്തിരി പരാജയത്തിലേക്ക് വന്നു. അങ്ങനെ കുറച്ച് കടങ്ങളൊക്കെ വന്ന്, അപ്പം കടമൊക്കെ വന്ന് വീട്ടിൽ കുറച്ച് കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ കടമൊക്കെ വന്നപ്പം വീട്ടിലൊരു ചെറിയൊരു ബുദ്ധിമുട്ട് പോലെ വന്നു. അങ്ങനെ കല്യാണം കഴിഞ്ഞായിരുന്നോ അതോ? ഇല്ല, കല്യാണം കഴിക്കുന്നതിന് മുമ്പായത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കല്യാണം കഴിക്കുന്ന ഞാൻ ചേന്നഗിരി, ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൻ്റെ കൈനേരി ചേന്നഗിരിന്നാണ് വിവാഹം കഴിച്ചിരിക്കുന്നത്. അപ്പോൾ അന്നൊക്കെ നല്ലപോലെ മദ്യപിക്കുന്ന ഒരു സ്വഭാവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മദ്യപാനിയായിരുന്നു. അങ്ങനെ മദ്യപിച്ചൊക്കെ വന്നു. അങ്ങനെ ബിസിനസ്സൊക്കെ പരാജയപ്പെട്ട ഒടുവിലെ ഞാനൊരു രോഗം അടിമയായിട്ട് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ അവിടുത്തെ ഡോക്ടർ എം.എൻ. സോമൻ്റെ ചികിത്സ കഴിഞ്ഞ് ഒടുവിൽ അവിടുന്ന് വൈദ്യശാസ്ത്രം മരിച്ചു പോകുമെന്ന് പറഞ്ഞ് വിധി. എനിക്ക് മൂത്രത്തിൽ പഴുപ്പ് വന്നിട്ട് അങ്ങനെ ഒരു വളരെ രോഗാവസ്ഥയിൽ മരണത്തോട് മല്ലടിക്കുന്ന കാലഘട്ടങ്ങൾ. അങ്ങനെ എൻ്റെ വൈഫിൻ്റെ വീട്ടിൽ വെച്ചാണ് ഞാൻ ഇതുപോലെ ഒരു അത്ഭുതമായിട്ട് ദൈവം എനിക്കൊരു രോഗസൗഖ്യം തന്നു. അതാണ് വിശ്വാസത്തിൽ വരാനുള്ള പ്രാരംഭ. അല്ല, അങ്ങനെ രോഗസൗഖ്യം എങ്ങനെ കിട്ടി? അങ്ങനെ ദേവസ്വനിൽ അന്ന് ഈ പള്ളി ഭക്തനായവർ പ്രാർത്ഥിക്കുമായിരുന്നു. പെന്തക്കോസ്ത് അനുഭവത്തിലല്ലെങ്കിലും മാതാവിനോടൊക്കെ പ്രാർത്ഥിക്കുമായിരുന്നു. ഏതായാലും ആ ഒരു പ്രാർത്ഥന കൊണ്ട് എൻ്റെ വൈഫിൻ്റെ പ്രാർത്ഥനയും വീട്ടുകാരുടെ പ്രാർത്ഥനയൊക്കെ ഭാര്യ ഭക്തയായിരുന്നു. പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ എനിക്ക് സൗഖ്യം തന്നു. അങ്ങനെ സൗഖ്യം തന്നു കഴിഞ്ഞപ്പോഴാണ് ഇപ്പോൾ ഞാൻ ബൈബിളൊക്കെ ഈ കരിസ്മാറ്റിക് ധ്യാനത്തിൻ്റെ ഒരു തുടങ്ങിയ ഒരു കാലഘട്ടങ്ങളൂടെ. അപ്പോൾ ധ്യാനത്തിനൊക്കെ പോയി. അപ്പോൾ ഇങ്ങനെ വചനങ്ങളൊക്കെ പല കേട്ട് ഇതിൻ്റെ വചനം ബൈബിളും വായിച്ച് വന്നപ്പോഴത്തേക്ക് ഈ വചനവും ഈ വിശ്വാസമായിട്ട് ഒത്തിരി ശരിക്കും ഈ കരിസ്മാറ്റിക് ധ്യാനങ്ങളിലൂടെയാണ് ഈ ബൈബിൾ കുറച്ചും കൂടെ അറിഞ്ഞത്. സത്യത്തിൽ ഈ ഒത്തിരി പേര് കത്തോലിക്ക എന്ന വിശ്വാസത്തിൽ പെന്തക്കോസ്ത് അനുഭവത്തിലേക്ക് വന്നത് ഈ കരിസ്മാറ്റിക് ധ്യാനത്തിൽ കൂടിയാണ്. ഒത്തിരി പേര് സത്യം അറിഞ്ഞവരൊക്കെ യഥാർത്ഥമായിട്ട് വിട്ടുപോകുന്നു. കാരണം ആദ്യ കാലഘട്ടത്തിലെ ഈ ധ്യാനം എന്നൊക്കെ പറയുന്നത് അവിടെ ഈ മറിയ ഭക്തിയൊന്നും കാര്യമായിട്ടില്ലായിരുന്നു. ഇല്ല. അവിടെ വചനം തന്നെയായിരുന്നു ഈ പറഞ്ഞത് അല്ലേ? അതെ. അപ്പം അങ്ങനെ ഈ വചനത്തൊക്കെ വിശ്വസിച്ച് വന്നപ്പോഴത്തേക്ക് വചനം സത്യമാണെന്ന് മനസ്സിലായപ്പോൾ നമ്മൾ നിൽക്കുന്ന സഭയും ഈ ആചാരങ്ങളും ഈ കുർബാന അതുപോലെ ഇത് കാര്യങ്ങളൊക്കെ വചനവിരുദ്ധമാണെന്ന് മനസ്സിലായി. കുറച്ചുകൂടെയൊക്കെ ഞാൻ പിടിച്ചു വന്നു. അപ്പം ഭാര്യ വിശ്വാസത്തിലൊന്നും വന്നിട്ടില്ല. പിന്നെ വചനം സത്യമാണെന്ന് അറിഞ്ഞപ്പം പിന്നെ ഞാൻ അന്ന് ഏറ്റവും കൂടുതൽ തമ്മിച്ചാൻ്റെ കൂട്ടായ്മയാണ്. അങ്ങനെ ആദ്യം ഒരു പെന്തക്കോസ്തുകാരൻ്റെ പ്രസംഗം കേൾക്കുന്നത് ആരുടെയാണ്? ഞാൻ കെ.സി. ജോണിൻ്റെ പ്രസംഗമാണ്. നീലമ്പേര് വെച്ച് കെ.സി. ജോണിൻ്റെ പ്രസംഗമാണ് ആദ്യം കേൾക്കുന്നത്. ഞാൻ അവിടെ നിന്ന് നടന്ന് നീലമ്പേരിക്ക് പോയായിരുന്നു പ്രസംഗം കേൾക്കാൻ വേണ്ടി. അന്ന് കെ.സി. ജോൺ നല്ല തിളങ്ങി നിൽക്കുന്ന കാലഘട്ടം. അന്ന് തമ്മിച്ചാൻ്റെ ഒരു കൺവെൻഷനിൽ അങ്ങനെ ഞങ്ങൾ നടന്നു. ആ കെ.സി. ജോണിൻ്റെ വചനം കേട്ടാണ് തമ്മിച്ചായൻ നടത്തിയ കൺവെൻഷനിൽ കെ.സി. ജോൺ വന്ന് പ്രസംഗിച്ച് കേട്ടത്. സത്യത്തിലേക്ക് വന്നപ്പോഴത്തേക്ക് അങ്ങനെ. അതിനു മുമ്പ് ഈ പെന്തക്കോസ്തുകാരെ കുറിച്ച് അറിയാവോ? പെന്തക്കോസ്ത് കൂട്ടായ്മ അറിയാമെങ്കിലും അങ്ങനെ പോയിട്ടൊന്നുമില്ല. ഈ കരിസ്മാറ്റിക് ധ്യാനം സത്യമാണ് പറഞ്ഞപ്പോൾ കുറച്ചുകൂടെ ആത്മീയമായ മൂല്യങ്ങൾ മുന്നേറാൻ വേണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് കുമ്പനാട് കൺവെൻഷനൊക്കെ വരെയെങ്കിലും നമ്മുടെ ആ നോയിൻ്റെയിലോട്ടുള്ള ബന്ധത്തിൽ നോയിൻ്റെയിലാണ് ഞാൻ സ്ഥാനപ്പെട്ടത്. പക്ഷേ ടിയങ്കുരുവിലാണ് എന്നെ സ്ഥാനപ്പെടുത്തുന്നത്. അങ്ങനെ സ്ഥാനപ്പെട്ട് മുമ്പോട്ട് വന്ന് അങ്ങനെ അപ്പോൾ ഈ കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോഴും ബൈബിൾ പഠിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പഠിക്കാൻ ആഗ്രഹം ഉണ്ടായിട്ട് നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ഉള്ളതുകൊണ്ട് വലിയ വീട്ടിലൊന്നും എതിർപ്പില്ലായിരുന്നു. വീട്ടിൽ എതിർപ്പുണ്ടായിരുന്നു. അതേ സാമ്പത്തിക വിഷയം. രണ്ടാമത് വിശ്വാസത്തിൽ എൻ്റെ പെങ്ങളുടെ മൂത്ത പെങ്ങളുടെ മകനൊക്കെ അച്ഛനാണ്. ഇളയ പെങ്ങളുടെ മകൾ കന്യാസ്ത്രീകളാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഈ കത്തോലിക്ക അവർക്ക് വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന എങ്കിലും സത്യം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ പോയി വീട്ടിൽ അറിയാതെ പോയി രഹസ്യമായിട്ടാണ് സ്ഥാനപ്പെട്ടത്. സ്ഥാനപ്പെട്ടു. ഞാൻ അതെ. അപ്പോൾ അങ്ങനെ സ്ഥാനപ്പെട്ടു വന്ന്. അപ്പോൾ എൻ്റെ വൈഫ് സ്ഥാനപ്പെട്ടിട്ടില്ല. അപ്പം ഒരു 4 വർഷത്തോളം പുള്ളിക്കാരത്തി പിടിച്ചു വന്നു. അവരുടെ എന്നെ തിരിച്ചങ്ങോട്ട് കൊണ്ടുപോകാനായിട്ട് മനസ്സിലായി. അപ്പോൾ അങ്ങനെ അപ്പോൾ എൻ്റെ എനിക്ക് മൂത്ത മോനുണ്ട്. അവന് എൻ്റെ കൂടെ വിശ്വാസത്തിലെ എൻ്റെ കൂടെ പ്രാർത്ഥനയ്ക്ക് വരികയും ഒക്കെ ചെയ്യുമായിരുന്നു. എപ്പോഴും വൈഫ് വരത്തില്ലായിരുന്നു. അങ്ങനെ ഒരു വീട്ടിലൊരു ഉപവാസപ്രാർത്ഥന നടത്തി. ആ പ്രാർത്ഥനയിൽ വെച്ച് പുള്ളിക്കാരത്തി വിശ്വാസത്തിൽ രക്ഷിക്കപ്പെട്ടു. തമ്പിച്ചാനാണ് അവളെ സ്ഥാനപ്പെടുത്തിയത്. അങ്ങനെ ഞങ്ങൾ കുടുംബമായിട്ട് വിശ്വാസത്തിലേക്ക് വന്നു. പിന്നെ ഇങ്ങനെ കടബാധ്യതകളൊക്കെ ആയതുകൊണ്ട് വീട്ടിലെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയപ്പോഴത്തേക്ക് പിന്നെ എനിക്കൊരു ചെറിയൊരു വീട് ഒരു 40 അന്നത്തെ കാലത്ത് ഇന്നൊരു 10,000 രൂപ കിട്ടും. അന്നൊരു 40,000 രൂപയ്ക്ക് വീട് വിറ്റ് കുറച്ച് പൈസയൊക്കെ കടങ്ങളൊക്കെ വിട്ടിട്ട് ഞങ്ങൾ ഈ 4 കുഞ്ഞുങ്ങളുമായിട്ട് ഇറങ്ങി. വിശ്വാസത്തെല്ലാം ഇറങ്ങി. ഒന്നുമില്ല, കടവുമുണ്ട്, കുഞ്ഞുങ്ങളുമുണ്ട്. കുഞ്ഞുങ്ങളൊക്കെ ചെറുപ്പം. അപ്പോൾ അങ്ങനെ തമ്പിച്ചാൻ എനിക്ക് നമ്മുടെ ചങ്ങനാശ്ശേരി പെരുന്ന NS കോളേജിന് അടുത്തൊരു 150 രൂപ വാടകയ്ക്ക് ഒരു വീട് എടുത്തത്. തമ്പിച്ചാൻ വാടക കൊടുത്ത് അങ്ങനെ ആ വീട്ടിൽ താമസിച്ചാണ് ഞാൻ ബൈക്കോളേജിലേക്ക് കടന്നു പോകുന്നത്. നമ്മുടെ പിന്നെ ഈ തോട്ടഭാഗൻ്റെ അയച്ചാരെന്ന് പറഞ്ഞ് വർഗീസ് അദ്ദേഹമാണ് അന്നത്തെ ഞങ്ങളെ പഠിക്കേണ്ടത്. അപ്പോൾ ഞാൻ ബൈക്കോളേജ് പോയപ്പോഴത്തെ അന്നത്തെ ഞങ്ങളുടെ ഭാഷ എന്ന് പറഞ്ഞാൽ അടുത്തോലുള്ള
കറിയാച്ചൻ എന്ന് പറഞ്ഞൊരു പാസ്റ്ററാണ്. പുള്ളിയോട് ഞാൻ അടുത്ത് പറഞ്ഞു, ബേബിച്ചൻ അങ്ങനെ പഠിക്കാനാണ്, എൻ്റെ പേര് വീട്ടിൽ വിളിക്കുന്നത് ബേബിച്ചൻ. ബേബിച്ചൻ അങ്ങനെ പഠിക്കാനാണ്, ഇത്രയും കടമുണ്ട്, നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഭാര്യയും 4 മക്കളും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ദൈവത്തിൻ്റെ വിശുദ്ധാത്മാവിനെ ഇങ്ങനെ വചനം പഠിക്കണം എന്നുള്ളൊരു ഹേമിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെ എന്തായാലും ഞാൻ ഒരു ആപ്ലിക്കേഷൻ വാങ്ങി പൂരിപ്പിച്ചു കൊടുത്തു. റെക്കമെൻഡ് ചെയ്യാൻ പറഞ്ഞിട്ട് ഇദ്ദേഹം പാസ് ചെയ്തില്ല. പുള്ളിയുടെ മറ്റൊന്നുമല്ല, നമുക്കിത് ഒക്കത്തില്ല എന്നുള്ളതാണ്. ഏതായാലും ഞാൻ റെക്കമെൻഡേഷൻ ഇല്ലാതെ അപേക്ഷ കൊണ്ട് സമർപ്പിച്ചു. അവരെന്നെ ഇൻ്റർവ്യൂ ചെയ്തു. ഇൻ്റർവ്യൂ ചെയ്തപ്പോഴത്തേക്ക് 4 പേരെ ഇൻ്റർവ്യൂ ചെയ്തപ്പോഴത്തേക്ക് എന്നോട് ചോദിച്ചു, നിങ്ങളെങ്ങനെയാണ് പഠിക്കുന്നത്, നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങൾക്ക് ഇത്രയും കടബാധ്യതകളൊക്കെ ഉണ്ട്, ഭാര്യ 4 കുഞ്ഞുങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ കെ ജോസഫ് ചിങ്ങവനത്ത് പ്രസംഗിക്കാൻ വന്നപ്പോഴത്തേക്ക് തമ്പിച്ചാനൻ്റെ അവസ്ഥകളൊക്കെ അറിയാം. തമ്പിച്ചാനാണ് കെ ജോസഫ് പറഞ്ഞ് നമ്മുടെ ഇവൻ്റെ ബേബിച്ചൻ്റെ പിള്ളേരെ അവിടെ നിന്ന് പഠിപ്പിക്കുന്ന. അങ്ങനെയാണ് എൻ്റെ പിള്ളേരെ 3 പേരെ അനാശാലയൊക്കെ ഉണ്ടാക്കി. അവിടെ പെരുമ്പാവൂർ പോഞ്ഞാശ്ശേരി അനാശാലയൊക്കെ. അപ്പോൾ എൻ്റെ 2ാമത്തെ മകള് ഇതുപോലെ ഈ മോനും മോളും കൂടെ കളിച്ചു കൂട്ടത്തിൽ അവിടെ കണ്ണ് മുറിഞ്ഞു. അവിടെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു, ഒരു കണ്ണേ ഉള്ളൂ. അവൾ എൻ്റെ കൂടെ നിർത്തി, ബാക്കി 3 പേരെ അവിടെ കൊണ്ടാക്കിയിട്ട് ഞാൻ ബൈക്കോളയിലും പോയി. ഞങ്ങൾ 33 പേര് പഠിക്കുന്ന കൂട്ടത്തിൽ അന്ന് ഒരു പൈസയില്ല, നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല, മറ്റു സാമ്പത്തികമൊന്നുമില്ല. വീട് വാടക പിന്നെ തമ്പിച്ചാൻ കൊടുത്തോളും, വൈഫ് വീട്ടിലുണ്ട്, ഈ മോളും ഉണ്ട്, ഞാനും. ഞങ്ങൾ 3 പേര് പിള്ളേരെ കൊണ്ട് അനാശാലയെ കൊണ്ടാക്കിയിട്ട് ഞാൻ ബൈക്കോളയിൽ പോയി. അപ്പോൾ പിന്നെ പഠിപ്പിച്ച ഡീൻ പറഞ്ഞു, 5 പേരോട് കുളിക്കാനൊരു ബക്കറ്റൊക്കെ വാങ്ങിക്കണമെന്ന് പറയും. അന്നൊക്കെ അന്നത്തെ ഇതുപോലെയല്ലേ, ബൈക്കോളം എന്നൊക്കെ പറയുമ്പോൾ വളരെ സാമ്പത്തിക സാഹചര്യത്തിലാണ്. അവിടെ നിന്ന് ഞാനൊരു മാർക്കൊരു ബക്കറ്റ്, ഇവിടെ വീട്ടിൽ വെള്ളം വരാൻ പറ്റുന്ന ബക്കറ്റ് ബൈക്കുകളെ കൊണ്ട് കൊടുത്തു. 3-4 പേരൊക്കെ കൂട്ടി പിടിച്ച് 50 രൂപയ്ക്ക് ബക്കറ്റ് വിറ്റിട്ട് അങ്ങനെയാണ് ബൈക്കുകളെ ആദ്യമായിട്ട് വേണ്ട കാര്യങ്ങൾ, എണ്ണ, സോപ്പ് കാര്യങ്ങൾ, ഇതൊക്കെ ഫുഡ് അവിടെ നിന്ന് കിട്ടുമല്ലോ. അങ്ങനെ അവിടെ അതായത് വീട്ടിലെ ബക്കറ്റ് കൊണ്ടുപോയി ബൈക്കുകളെ കൊണ്ട് ബൈബിൾ കോളേജ് വിറ്റ് 50 രൂപ കിട്ടി. 50 രൂപ കിട്ടി. ബൈക്കുകൾ വെച്ചാൽ 4 പേർക്ക് ഷെയർ ചെയ്ത് അവരുടെ എൻ്റെ 10 കഴിഞ്ഞിട്ട് പോയിട്ട് 40 രൂപ. മനസ്സിലായി. ആ 40 രൂപയാണ് നമ്മുടെ ബൈക്കുകളിൽ ആദ്യത്തെ വരുമാനം. ആകെയുള്ള ജീവിതത്തിന്റെ അത്യാവശ്യ കാര്യങ്ങൾക്കുള്ള കാര്യമാണ്. ഭാര്യയും കൊച്ചിനും ഉപജീവനത്തിന് എന്തോ മാർഗം. അപ്പം എന്തെങ്കിലുമൊക്കെ ചെറിയ രീതിയിൽ ആരെങ്കിലുമൊക്കെ ചെറിയ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ കൊണ്ടിരിക്കുമ്പോഴാണ്. അപ്പം അങ്ങനെ ഞാൻ ആഴ്ചയിലൊരിക്കൽ വീട്ടിൽ പോകും. വീട്ടിൽ അടുത്തുള്ള വീട്ടിൽ പോകും. അങ്ങനെ വന്നു. അപ്പോൾ ഞാൻ ദൈവസ്ഥയിൽ അന്ന് പ്രാർത്ഥിച്ചു. അപ്പം ദൈവത്തോട് ഞാൻ എടുത്തൊരു തീരുമാനമുണ്ട്. ഞാൻ മനുഷ്യരോട് എൻ്റെ കാര്യങ്ങൾ പറയത്തില്ല, ദൈവത്തോട് പ്രാർത്ഥിച്ച് വാങ്ങിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് വന്നു. അപ്പോൾ അങ്ങനെ ഞാനിതുപോലെ ബൈക്കോളെ ഇവർ പിള്ളേരവിടെ പഠിക്കുന്നു. അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഈ അവിടുത്തെ എൻ്റെ ഇളയ മോൻ ഇപ്പം കുവൈറ്റാണ്. അവൻ ഇച്ചിരി കുസൃതിയാണ്. അവൻ അവിടുത്തെ കാര്യങ്ങളൊക്കെ തെങ്ങ കയറുക, ഈ ചെറിയ തെങ്ങ കയറി തേങ്ങ അങ്ങനെയൊക്കെ ചെറിയൊരു കുശലായിട്ട് വന്നപ്പോഴത്തേക്ക് അവിടുത്തെ പഠിപ്പിച്ച ഡീന് കത്തയച്ചു, ഇവിടുത്തെ പിള്ളേർ ഇവിടുത്തെ സാഹചര്യങ്ങളൊന്നും മനസ്സിലാക്കുന്നില്ല, അതുകൊണ്ട് പിള്ളേർ വന്ന് കൊണ്ടുവരുമ്പോൾ കത്തയച്ചു. അപ്പം ഈ ഞാൻ ബൈക്കോളേ പഠിക്കുന്നു, വീട്ടിൽ സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ട്, കുഞ്ഞുങ്ങളെ ഇപ്പം ആകെപ്പാടെ ഒരു ടെൻഷൻ പോലെ. ഞാൻ പെട്ടെന്ന് എന്നാൽ ഓഫീസിൽ പോയി ഒരു 50 രൂപ വാങ്ങിച്ചുകൊണ്ട്, അന്ന് ചങ്ങനാശ്ശേരിയിൽ നിന്ന് 12 രൂപയാണ് പെരുമ്പാവൂർ ബസ് ചാർജ്. അപ്പോൾ അതെന്ന് വിചാരിച്ച് പെട്ടെന്ന് ഞാൻ അന്ന് ബോവനാണ് ഓഫീസിലിരിക്കുന്നത്, ഓഫീസിൽ മാനേജർ. അന്ന് ഇച്ചിരി പൈസ വാങ്ങിച്ചുകൊണ്ട് പോകാമെന്ന് വിചാരിച്ച് ഓഫീസിനടുത്ത് കഴിഞ്ഞപ്പോൾ ദൈവാത്മ പെട്ടെന്ന് എന്നോട് പറഞ്ഞു, നീ മനുഷ്യരോട് ചോദിക്കത്തില്ല പറഞ്ഞിട്ട് ഇപ്പോൾ മനുഷ്യരോട് ചോദിക്കാൻ പോകും. ഈ ബാക്കിയും പെട്ടെന്ന് ആരും എൻ്റെ കൂടെ. ഞാൻ പെട്ടെന്ന് തിരിച്ച് ഹോളിൽ പോയിരുന്നു പ്രാർത്ഥിച്ചു. അങ്ങനെ 2 ആഴ്ച പിന്നിട്ടിട്ട് പൈസ കിട്ടിയില്ല. അപ്പോൾ 3ാമത്തെ ആഴ്ചയിൽ എൻ്റെ കൂടെ പഠിക്കുന്ന ഒരു സഹോദരൻ എനിക്ക് 20 രൂപ തന്നു. അപ്പം വീട്ടിൽ ചിലപ്പം പറയും, പിള്ളേരുടെ അടുത്ത് നിങ്ങൾ പോയി, വൈഫ് വയ്ക്കും, പിള്ളേരുടെ അടുത്ത് നിങ്ങൾ പോയില്ലേ, പിള്ളേരുടെ അടുത്ത് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ പഠിപ്പിക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞു. നമ്മൾ റെഡി, പൈസ കിട്ടിയില്ല, പൈസ കിട്ടിയിട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ 20 രൂപ എനിക്ക് ഈ സഹോദരൻ തന്നു. ഞാൻ അതുകൊണ്ട് വിശ്വാസത്താൽ പിന്നെ പെരുമ്പാവൂർ പോയി 12 രൂപ കൊടുത്ത് അവിടെ ചെന്നാൽ അവിടുന്ന് 1 രൂപ കൊടുത്ത് കോഞ്ഞാശ്ശേരിയിൽ ഇറങ്ങി പിള്ളേർ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇടയ്ക്ക് ചായയൊക്കെ കുടിച്ച് തിരിച്ചു വന്നപ്പോൾ ഞാൻ 1 രൂപയാണ് ബാക്കി സ്റ്റാൻഡ് വന്നപ്പോൾ പോക്കറ്റുള്ളൂ. മനുഷ്യരോട് ചോദിക്കാനും പറ്റത്തില്ല, കർത്താവ് പറഞ്ഞ കാര്യം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കോഴഞ്ചേരിയിലുള്ള ഒരു ഹൈന്ദവ സഹോദരൻ, പുള്ളി ഒരു പാസ്റ്ററാണ്, എൻ്റെ മുന്നിൽ അവർ പിന്നെ ബൈബിളെ പഠിച്ച വ്യക്തി. അപ്പം പുള്ളിയെ ഞാൻ കാണുന്നില്ല. അപ്പോൾ അങ്ങനെ ഞാനിങ്ങനെ നിൽക്കുക, ദൈവം എന്താ ഒരു വഴി തുറന്നിങ്ങനെ നിൽക്കുമ്പോഴാണ് പെട്ടെന്നൊരു കൊട്ടാരക്കര സൂപ്പർ ഫാസ്റ്റ് വന്ന് വണ്ടി പെരുന്തോ സാന്നിധ്യത്തിൽ. അപ്പോൾ ഇദ്ദേഹം ഞങ്ങളിങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക കാര്യങ്ങളൊക്കെ. ഇദ്ദേഹം എൻ്റെ കയ്യെ പിടിച്ചു, ഞങ്ങൾ 2 വണ്ടി കയറി. എൻ്റെ പൈസ കൊണ്ടൊന്നും ചോദിച്ചില്ല. ഇദ്ദേഹം എന്നോട് ചോദിച്ചു, ഫാസ്റ്റ് അങ്ങോട്ട്. ഞാൻ പറഞ്ഞു, ഞാൻ ചങ്ങനാശ്ശേരിക്ക്, ഞാൻ തിരുവല്ലയ്ക്ക് പോയി, കോഴഞ്ചേരിക്ക് പോകണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഈ ബസ്സിൽ ഇരിക്കുന്നതിന് മുമ്പ് ഒരു ടിക്കറ്റ് എടുത്ത് പുള്ളി എനിക്ക് തന്നു. എന്നിട്ട് പുള്ളി എന്നോട് പറഞ്ഞ കാര്യങ്ങൾ, ഫാസ്റ്റ് ഞാൻ ഒരു 1.5 മണിക്കൂറായി ഞാൻ തിരുവല്ലയ്ക്ക് അവൻ്റെ വണ്ടിയും കാത്തിരിക്കുക, ഒറ്റ വണ്ടി പോലും വന്നിട്ടില്ല.
അപ്പം ഞാൻ വിചാരിച്ചപ്പോൾ എനിക്ക് വേണ്ടി കേരള ഗവൺമെൻറ്റിൻ്റെ വണ്ടിയെ 1.5 മണിക്കൂർ നേരം സ്റ്റോപ്പാക്കി ഒരു ടിക്കറ്റിന് വേണ്ടി 12 രൂപയുള്ളെങ്കിൽ ഒരു ടിക്കറ്റിന് വേണ്ടി ഒരു ദൈവദാസനെ കർത്താവ് ഒരുക്കി അവിടെ നിർത്തിയിട്ടപ്പം എനിക്ക് വേണ്ടി ദൈവം കരുതിയ കാര്യങ്ങൾ. 12 രൂപയേ ഉള്ളൂ. കേരള ഗവൺമെൻറ് ട്രാൻസ്പോർട്ട് വണ്ടി എന്ത് ചെയ്തു? 1.5 മണിക്കൂർ നേരം എല്ലാ യാത്രക്കാരെയും സ്തംഭിപ്പിച്ചുകൊണ്ട് എനിക്ക് വേണ്ടി ദൈവം വഴി തുറന്നു. ഒന്നുകൂടെ വിശ്വാസത്തിൽ ഉറച്ചു. അങ്ങനെ വന്ന് ഞാൻ വൈക്കോളയിൽ പഠനം കഴിഞ്ഞപ്പോൾ അന്ന് നമ്മുടെ MP ജോൺ സാറാണ് ഞങ്ങളുടെ അവിടുത്തെ പിന്നെ ന്യൂഇന്ത്യയുടെ പാലക്കാട്ടുള്ള സെൻട്രൽ പാസ്റ്റർ. അപ്പോൾ എന്നോട് പറഞ്ഞു, അപ്പോൾ നമ്മൾ മരിച്ചു നമ്മുടെ ഇയങ്കുരുള ഈ അടുത്തക്കാരന് പുള്ളിയും കെട്ടിരിക്കുന്ന ഈ ജോൺ സാറിൻ്റെ ചേട്ടൻ്റെ മകളെയാണ്. ഇവർ രണ്ടും കൂടെ ആലോചിച്ച് നമുക്ക് വേച്ചിന് നമുക്ക് മലബാറിൽ എവിടെയെങ്കിലും കൊണ്ടുപോകല്ലേ കുറച്ച് അങ്ങനെയാണ് മലബാറിൽ വരാനുള്ള. അപ്പോൾ ഈ പഠിത്തം കഴിഞ്ഞു നേരത്തെ? ഇല്ല, പഠിത്തം 2 വർഷം കഴിഞ്ഞ് ഗ്രാജുവേഷൻ ചെയ്ത് തീർന്നു വരിക. 2 വർഷം പഠിച്ചുള്ളൂ. തീർന്നു വരുമ്പോഴാണ് ഇവരുടെ അപ്പം പഠിത്തം കഴിഞ്ഞ് ഇങ്ങനെ ഓരോ സ്ഥലങ്ങൾ ഓരോരുത്തരെ പ്രവർത്തിക്കാൻ വിടുമല്ലോ. അപ്പോൾ എന്നോട് പറഞ്ഞു, വേച്ചിന് പാലക്കാട് പോകാൻ താല്പര്യമെങ്കിൽ നമുക്ക് പാലക്കാട് പോകാം, നമുക്ക് അവിടെ പ്രവർത്തനം. അങ്ങനെ കാഞ്ഞിരപ്പുഴ നൂൻ്റെ ചർച്ച ഉണ്ട്. അവിടെ എന്നാൽ ഇപ്പോഴും എല്ലാവരും കൊണ്ടിരിക്കുന്ന KT തോമസാണ് അവിടുത്തെ പാസ്റ്റർ. പുള്ളിയുടെ കൂടെയാണ് ആദ്യമായിട്ട് ഞാൻ അവിടെ ചെന്ന് അവിടെ ചുമ്മാ ഒരു പ്രവർത്തനത്തിന് വേണ്ടി പോയതാണ്. അങ്ങനെ വന്നു. ഒടുവിൽ അവിടെ ഒരു ഒലവക്കോട് സഭയുടെ ന്യൂൻ്റെ ചാർജ് എനിക്ക് തന്നെ 1992 മെയ് മാസം 17-ാം തീയതി ആ സഭയുടെ ചാർജിൽ തന്നു. കുറച്ച് വിശ്വാസമുള്ളൂ. ചാർജിൽ നിന്ന് അവിടെ അങ്ങനെ ആ സഭയുടെ ചാർജ് എടുത്ത് അവിടെ അങ്ങനെയാണ് പാലക്കാട് 92 എത്തുന്നത്. അപ്പം അങ്ങനെ ഒരു 1.5-2 വർഷത്തോളം ന്യൂഡിൽ നിന്നപ്പോൾ അവിടെ ഒരു ചർച്ചൊക്കെ പണിത് കഴിഞ്ഞപ്പം ഇപ്പം ഇപ്പോഴത്തെ അറിയാമല്ലോ, നമ്മുടെ ചില പൊളിറ്റിക്സൊക്കെ കൊണ്ട് അവിടെ നിന്ന് പെട്ടെന്ന് ഇങ്ങനെ മാറേണ്ട ഒരു സാഹചര്യം വന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെ ബെഞ്ചമിൻ പാസ്റ്റർ പണ്ട് അകത്തത്ര ബൈക്കോളൊക്കെ നടത്തിയിട്ട് പുള്ളി ഇവിടെ നാട്ടുകാരനാണ്. ബെഞ്ചമിൻ പാസ്റ്റർ അന്ന് അവിടെ അട്ടപ്പാടി സെൻറ്ററിൻ്റെ ചുമതല നോക്കുന്ന സമയത്ത് അപ്പോൾ ന്യൂഡിൻ്റെ ഇങ്ങനെ മാറി കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളി ഒരു വാടക വീട്ടിൽ അവിടെ താമസിച്ചുകൊണ്ടിരുന്നിടത്ത് ആ വീട് അവിടുന്ന് അപ്പോൾ ഒന്നുമില്ല, ഹോളിൽ താമസിച്ചുകൊണ്ടിരുന്ന ഹോളിൽ നിന്ന് മാറി. അപ്പോൾ ഒരു മാർഗ്ഗമില്ല. ഇപ്പോൾ കുഞ്ഞുങ്ങളെല്ലാം 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഈ കുഞ്ഞുങ്ങളെ അവിടെ എങ്ങനെ കൊണ്ട് 4 പേരും ഉണ്ട്. അവിടെ നിന്നൊന്നുമില്ല. ഇപ്പോൾ ഈ പാസ്റ്റർ എന്നോട് വന്നിട്ടുണ്ട്, പാസ്റ്റർ കാര്യം തൽക്കാലം അവിടെ ബൈക്കോളിൽ പിള്ളേർ താമസിച്ചുകൊണ്ടിരുന്ന ആ വീട്ടിലേക്ക് എനിക്ക് താമസിക്കാൻ പറഞ്ഞു. അങ്ങനെ അവിടെ താമസിച്ചു. അപ്പോൾ ഞാൻ അന്ന് പറഞ്ഞ ദൈവത്തോട് ചോദിക്കുന്നുണ്ട്, ദൈവത്തോട് കർത്താവേ ഞാൻ എന്ത് ചെയ്യും, ഇനി കുഞ്ഞുങ്ങളെ കൊണ്ട് എന്ത് ചെയ്യും? ഇപ്പോൾ ഈ നൂൻ്റേന്ന് മാറിക്കഴിഞ്ഞപ്പോൾ ഈ 150 രൂപ സപ്പോർട്ടും നിന്നു. ഇപ്പോൾ ഇന്നൊരു സപ്പോർട്ടും ഇല്ല. അതുവരെ ഈ 150 രൂപ കൊണ്ട് കാര്യങ്ങൾ നടന്നുകൊണ്ട് അന്ന് ചെറിയ കാര്യമാണ്. പിന്നെ സഭയിലെ ചെറിയ വരുമാനം കൊണ്ട് ഇങ്ങനെ പോകേണ്ടി. അങ്ങനെ 28ാമത്തെ ദിവസം ഒരു CSIയിലെ ഒരു നാഗർകോവിലുള്ള ഒരു തമിഴ് സഹോദരൻ വന്ന് ഞാൻ വീണ്ടും വന്നിച്ചു പറഞ്ഞു, പാസ്റ്റർക്ക് വേണ്ടി ഒരു വീട് ഞാൻ എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ രാത്രിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ പാസ്റ്റർക്ക് ഒരു വീട് എടുത്തു തരണമെന്ന് പറഞ്ഞ് CSIക്കാരാണ്, ബന്ധുക്കോസല്ല, അവർ തമിഴ് വിശ്വാസമല്ല. അദ്ദേഹം 450 രൂപ വാടകയ്ക്ക് ഒരു വീടെടുത്ത് ആ വീട്ടിൽ താമസിച്ചാണ് ഇന്ത്യ ബന്ധുക്കു ദേവസഭയുടെ പ്രവർത്തനം ആരംഭിക്കും. ആദ്യത്തെ സ്വോത്രകാഴ്ച എന്ന് പറയുന്നത് 2 രൂപ 30 പൈസയാണ്. ആ സഭയിൽ എപ്പോഴും ഇരിക്കുന്നത്. ഒരു സഹോദരി ഒരു കൊച്ചുമോനും അന്ന് 10 വയസ്സായി ഒക്കെയാണ് സ്വോത്രകാഴ്ച ഇടുന്നത്. 30 വർഷം മുമ്പല്ലേ ആ സഭയിൽ ഇരുന്നുകൊണ്ട്. അപ്പോൾ അവിടെ ഒരു ഹൈന്ദവരുടെ വീടാണ്, ലൈൻ വീടാണ്. അവിടെയാണ് ചെറിയ ഇങ്ങനെ ആരുമില്ല, 5-8 ഞങ്ങളും ഇവരൊക്കെ ഉള്ള ചെറിയ പാട്ടൊക്കെ പ്രാർത്ഥന കണ്ടിപ്പോഴത്തെ ഒരു ഗസ്റ്റായിട്ടൊരു പാസ്റ്റർ ട്രിവാൻഡ്രത്തു നിന്ന് തന്നെ കാണാൻ വന്നപ്പം പുള്ളി വെച്ച് ഉറക്കെ നല്ല സൗണ്ടുള്ള പുള്ളി ഇങ്ങനെ ഉറക്കെ പ്രാർത്ഥിച്ചുള്ള കാരണത്താൽ അവിടുത്തെ ഒരു ഹൈന്ദവരുടെ വീടാ. ഒരു സഹോദരി പറഞ്ഞു, ഇങ്ങനെ നിങ്ങൾക്ക് ഉറക്കെ പ്രാർത്ഥിക്കാനും പാടാനും ഒന്നും പറ്റത്തില്ല, വീട് മാറി ശല്യം ഉണ്ടാക്കരുത്, വീട് മാറത്തണമെന്ന് പറഞ്ഞു. ഇതിപ്പോൾ നാട്ടിലെ കൂടെ അല്ലേ, പാലക്കാട് എന്ന് പറയുമ്പോഴത്തേക്കും ഹിന്ദുക്കളുടെ കയറി ആയതുകൊണ്ട് ആരാധനയ്ക്ക് സ്വാതന്ത്ര്യം വളരെ കുറവ്. അപ്പോൾ ഇതും മറുപ്പായില്ല. ഇപ്പോൾ മറ്റൊരാളെടുത്ത് തന്ന വീടല്ല, നമ്മുടെ വീടാണ് നമുക്ക് മാറാൻ. അവരെ ഒരു വീടെടുത്ത് നമ്മൾ മാറുമ്പോഴത്തേക്ക് പിന്നെ അവർ വീടെടുത്ത് തരണമെന്നില്ല. അപ്പോൾ ഏതായാലും പ്രാർത്ഥിച്ചു. ദൈവസ്ഥനം കർത്താവ് ഞങ്ങൾ 20 ദിവസം ഞാനും വൈഫും കൂടെ പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു. അന്ന് എൻ്റെ മോൻ 8ാം ക്ലാസ്സിൽ പഠിക്കും. സാമ്പത്തികമായിട്ടൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് കാര്യങ്ങൾ. അവിടുന്ന് ഈ പ്രാർത്ഥനയുടെ 19ാമത്തെ ദിവസം ഞാൻ ആദ്യത്തെ സെക്ഷൻ പ്രാർത്ഥന കഴിഞ്ഞ് ഒലവക്കോട് വരുന്നു. ആവശ്യത്തിന് പോയിട്ട് വരുമ്പോൾ അതിൻ്റെ ഒരു വാച്ച് നന്നാക്കാൻ കൊടുത്തു. അത് വാങ്ങിക്കാൻ പോയിട്ട് വരുമ്പോഴത്തേക്ക് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് ഒരു പാർശ്വം ഭാര്യയും കൂടി ബസ്സിൽ കയറി. അപ്പോൾ ഞാൻ ഇങ്ങനെ സൈഡിൽ 2 പേര് ഞങ്ങൾ അവരപ്പുറമായിരുന്നു. ഞാൻ ഇറങ്ങി, ഞങ്ങളൊരു സ്റ്റോപ്പിൽ ഇറങ്ങി, ഉമ്മരി സ്കൂളിൻ്റെ അവിടെ, അതായത് റെയിൽവേ കോളനി കഴിഞ്ഞ് അടുത്ത സ്റ്റോപ്പിൻ്റെ അവിടെ ഇറങ്ങി. ഞാൻ സ്തോത്രം പറഞ്ഞു, പാസ്റ്റർ മനസ്സിലായി. എന്നോട് ചോദിച്ചു, പാസ്റ്റർ ഞാൻ പറഞ്ഞു ഞാനിവിടെ അടുത്തൊരു വാടക വീട്ടിൽ താമസിക്കുകയാണ്, ആ വീട് ഞങ്ങൾക്ക് ഈ മാസം മാറി കൊടുക്കണം. പുള്ളിനോട് പറഞ്ഞ എങ്ങനെയാണ്,
നമ്മുടെ വർഗീസ് ജോൺ, ആസാം റീജിയൻ്റെ വർഗീസ് ജോൺ, പുള്ളി പാലക്കാട് നിന്ന് കല്യാണം കഴിച്ചു. എനിക്കറിയാം. ഞങ്ങൾ ആസാമിലാണ്. ഞങ്ങൾ ഇവിടെ അടുത്തൊരു വീട് വാങ്ങിച്ചു. അത് ആർക്കെങ്കിലും വാടകയ്ക്ക് കൊടുത്തിട്ട് വരിക എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പം പറഞ്ഞപ്പോഴത്തെ വന്നു, ഒരു കാര്യം ചെയ്തു, ഭാഷ അവിടെ താമസിക്കണം. അങ്ങനെ ഈ ഒരു 21 ദിവസത്തെ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ആ വീട്ടിലോട്ട് പുതിയ നല്ല വീട്ടിലോട്ട് മാറി താമസം. അങ്ങനെ ഒരു 5 വർഷം അവിടെ താമസിച്ചപ്പോൾ ഞാൻ വാടകയൊന്നും കൊടുക്കാതെ താമസിച്ചപ്പോൾ ഞാൻ ദൈവത്തോടെ ചോദിച്ച കാര്യം, കർത്താവ് എനിക്ക് ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി, ഞാൻ അന്നൊന്നും വീടിനോ ഒന്നും ഒരു നല്ലൊരു ശുശ്രൂഷ. അങ്ങനെ കർത്താവ്, ഞാൻ ഈ പുള്ളിയോടൊരു ദൂത് പറഞ്ഞു, ഒരു പ്രാർത്ഥന കൊടുത്തു. വന്ന പുള്ളിക്കും സാമ്പത്തികമായിട്ട് വലിയ ഇതില്ല. അപ്പോൾ ഞാൻ കുടുംബമായിട്ട് നിങ്ങളെ ദൈവം അമേരിക്കയിൽ പോകുന്നൊരു അനുഭവം ദൈവാത്മാവ് ഇങ്ങനെ, പുള്ളിക്ക് തമാശയായിട്ട് തോന്നിയെങ്കിലും 7 മാസം കഴിഞ്ഞപ്പോൾ അതിനുള്ള ക്രമീകരണങ്ങൾ ദൈവം ചെയ്തു. ആ വീട് പുള്ളി പ്രാർത്ഥിച്ച് ആ വീട് വിറ്റ് എനിക്കൊരു 5000 രൂപ പുള്ളി അന്നത്തെ കാലത്ത് ഒരു 5000 രൂപ പുള്ളി എനിക്ക് സംഭാവനയായിട്ട് തന്നിട്ട് പുള്ളി അമേരിക്കയിൽ പോയി. അപ്പോൾ അത് കഴിഞ്ഞാട്ടാണ് ആദ്യ വീട് എടുത്തുന്ന അവർ തന്നെ വേറൊരു വീട് എനിക്ക് അന്ന് വാടക കൊടുക്കണം, ഒരു 400 രൂപ വാടകയ്ക്ക്. അവർ ആദ്യം എടുത്ത വീടിന് വാടകയില്ലായിരുന്നു, രണ്ടാമത് വാടക കൊടുക്കാണ്ട് അവരെടുത്ത് തന്നു. ആ വീട്ടിൽ എങ്ങനെ ചെറിയൊരു വീട്, അതുകൊണ്ടൊന്നും എനിക്കറിയത്തില്ല, ഒരു കൊച്ച ഷെഡ് പോലെ ഇങ്ങനെ നീളത്തിലുള്ളൊരു ചെറിയ മുറികളാണ്. അപ്പോൾ അതിൻ്റെ അകത്താണ് ആരാ നടക്കുന്നത്. അതിങ്ങനെ നമ്മൾ പറയും പ്രാകാരം വിശുദ്ധലം അതിവിശുദ്ധലം എന്ന് പറഞ്ഞ പോലെ സമാഗമന കൂടാരം പോലെ ആ വീട്ടിൽ 9 വർഷം അവിടെ ആരാധിച്ചു കഴിഞ്ഞപ്പോൾ. അപ്പോൾ അങ്ങനെ 99-ലാണ് അപ്പോൾ ഞാൻ നോർത്ത് ഇന്ത്യയിലൊക്കെ ഇങ്ങനെ ശുശ്രൂഷയ്ക്ക് പോയി. നോർത്ത് ഇന്ത്യൻ മിക്കവാറും സ്റ്റേറ്റുകളിലൊക്കെ പോയിട്ടുണ്ട്. വിശാഖപട്ടണം, ഒറീസ, അങ്ങനെ എല്ലാ സ്ഥലങ്ങളും പോയിട്ടുണ്ട്. അങ്ങനെ ഇരുന്നപ്പോൾ 99-ൽ നമ്മുടെ തിരുവല്ലയ്ക്കടുത്ത് അലുവേന്യം വേങ്ങൽ അലുവേന്യം ഞാൻ വേങ്ങൽ മറിച്ചാൻ എന്ന് പറഞ്ഞാണ് അവിടെ ഒരു മീറ്റിങ്ങിന് പോയപ്പോഴത്തേക്ക് പുള്ളി അവരന്ന് ദുബൈയിലാണ്. അപ്പോൾ പുള്ളി അവിടെ അന്നത്തെ മീറ്റിംഗ് ദൈവം അത്ഭുതം ചെയ്തെന്നുള്ള. അന്ന് ഞാൻ അവിടെ ചെന്ന് അപ്പോൾ ആരോഗ്യത്തിന് പറഞ്ഞ് എൻ്റെ പേരിങ്ങനെ പറഞ്ഞു കേട്ടത്. അങ്ങനെ ഒരു പാലക്കാട്ടൊരു ദേവസ്വം വിളിച്ചാൽ അങ്ങനെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുപോലെ ശുശ്രൂഷയിൽ ഇങ്ങനെ ഓടി നടക്കുന്നത്. ഈ 4 കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തിയത് ദൈവം എനിക്ക് 1 ലക്ഷം രൂപ വരെ കേരളത്തിൽ ശുശ്രൂഷ കർത്താവ് തന്നിട്ടുണ്ട്. അങ്ങനെയാണ് ഈ കുഞ്ഞുങ്ങളെയൊക്കെ പഠിപ്പിച്ചതും ഒക്കെ. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവർ എന്നെ വിളിച്ച് ഞാൻ അവിടെ ചെന്നൊരു മീറ്റിങ്ങിനാണ്. നമ്മുടെ തങ്കച്ചൻ പാഷ വേങ്ങൽ IPSലിരിക്കുന്നത്, ഒരു ചെറിയ തടിയുള്ള പുള്ളി. എനിക്ക് 1 മണിക്കൂർ വന്ന് പകലത്തെ മീറ്റിംഗ് 1 മണിക്കൂർ പ്രസംഗിച്ചു. അപ്പം അവിടുത്തെ അവർ മർത്തമല്ല. അപ്പം പുള്ളി അവർ പറഞ്ഞു, പക്ഷേ ഞങ്ങൾ ഇവിടെ സഭയിലെ വിശ്വാസങ്ങളൊന്നുമല്ല, ഞങ്ങൾ വചനം കേൾക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഭാഷ വൈകിട്ട് പ്രസംഗിക്കുമ്പം ഇന്ന് ഭാഷ ചോദിക്കുന്നത് നിങ്ങൾ എത്ര നേരം വേണ്ടി ഇരിക്കുന്നത്. അപ്പം 10-100 പേര് കൂടി വലിയൊരു സമുദായത്തിൻ്റെ കൂട്ടായ്മ. ഏതായാലും ആ മീറ്റിങ്ങിൽ ഒത്തിരി പേര് രക്ഷിക്കപ്പെട്ടു, ഒത്തിരി പേര് സ്നാനപ്പെടാൻ തീരുമാനിച്ചു. അതൊരു വലിയൊരു ഉണർവായിട്ടങ്ങ് മാറി. ഒരു 10 മണി വരെ ആ മീറ്റിംഗ് നീണ്ടു. 8 മണി എന്ന് പറഞ്ഞാൽ 10 മണിയായി. അങ്ങനെ മീറ്റിംഗ് എല്ലാം സന്തോഷമായിട്ട് അവരെന്നെ യാത്ര അയച്ചു. അവർ തിരിച്ച് ദുബായ് ചെന്നിട്ട് ഒരു വിസ എടുത്ത് എനിക്ക് അയച്ചു തന്നു. അങ്ങനെയാണ് ആദ്യം 99-ലാണ് ദുബൈക്ക് പോകുന്നത്. ദുബൈയിൽ പോയി തിരിച്ച് വന്നു. അങ്ങനെയാണ് IPCയുടെ പ്രവർത്തനം അവിടെ ആരംഭിച്ച സ്ഥലം വാങ്ങിച്ച് ഒരു വീടൊക്കെ വെച്ചു. അപ്പോൾ ഞങ്ങൾക്ക് നമ്മുടെ TP പൗലോസിൻ്റെ പെങ്ങളുടെ ഒരു മകൻ ഉണ്ടായിരുന്നു എൻ്റെ കൂടെ. അവർ ബോംബെയിലായിരുന്നു. അപ്പോൾ ഞാനന്ന് വരുന്നതിന് മുമ്പ് ഉമ്മിനി സഭ ഇപ്പോൾ ഉമ്മിനി സഭ ഉമ്മിനിലായപ്പോൾ നമ്മുടെ സഭ ഇരിക്കുന്നത്. അങ്ങനെ നമ്മുടെ സഭയൊന്നുമില്ല, പ്രവർത്തനമില്ല. സക്കറിയ പാഷയും അതിൻ്റെ ഭാര്യയും കൂടെ, ആ പുള്ളിക്കാരത്തി എൻ്റെ സഭ വെച്ചാണ് മരിക്കുന്നത്. അവിടെ ഉമ്മിനി സഭയ്ക്ക് പാഷ KN ജോണ് ട്രാൻസ്ഫർ കൊടുത്തത്. അന്ന് അവിടെ സഭയൊന്നുമില്ല. ഞാൻ പാലക്കാട്ടിലോട്ട് പോയിട്ടുമില്ല. ദൈവത്തിൻ്റെ ആ പരിപാലനം നോക്കണം. അങ്ങനെ അവിടെ വന്ന് അവിടെ ആ സ്ഥലം വാങ്ങിച്ചു, ഹോളൊക്കെ കെട്ടി. അപ്പോൾ എനിക്ക് ഈ 3 മാസം കൊണ്ട് 87 ദിവസം കൊണ്ട് 4 ലക്ഷം രൂപ ദൈവം എനിക്ക് ദുബൈയിൽ തന്നു. അപ്പോൾ ദൈവത്തോട് ആരാധനയ്ക്ക് വേണ്ടി ഇങ്ങനെ ഒത്തിരി കഷ്ടപ്പെട്ടു. ഞാൻ അന്ന് ദൈവത്തോട് പറഞ്ഞൊരു വാക്കുണ്ട്, എനിക്കൊരു വഴി തുറന്നാൽ ദൈവത്തെ ആരാധിക്കാൻ ഒരു ആലയം കെട്ടുന്നു. അങ്ങനെ ശലോമോൻ പറഞ്ഞതുപോലെ ആ പറഞ്ഞ വാക്കനുസരിച്ച് സ്ഥലം വാങ്ങിച്ച് ഹോള് കെട്ടി. അപ്പോൾ ഇവർ നമ്മുടെ ഈ TP പൗലോസ് ഭാഷയുടെ പെങ്ങളും മകളും മരുമോൻ എൻ്റെ സഭയിലാണ് കൊടുത്തത്. പുള്ളി കരിമ്പലുള്ള സാങ്കുട്ടി എന്ന് പറയും, അറിയാമായിരിക്കും സാങ്കുട്ടി. അപ്പോൾ അങ്ങനെ ഇവർ കൊടുക്കുന്നത്. അപ്പോൾ ഇവരെൻ്റെ സഭയെ കൂടുന്നുണ്ട്. അപ്പോൾ ഞാൻ ഗൾഫിൽ പോയിട്ട് വന്നപ്പോൾ എൻ്റെ അനുഭവം ഇങ്ങനെ പറയും, ദൈവം നടത്തിയ വഴികൾ പറയും. ഗൾഫിൽ പോയിട്ട് വന്നപ്പോഴത്തേക്ക് പുള്ളി വിചാരിച്ചു ഭാഷ ഇപ്പം ഭയങ്കര വീടൊക്കെ വാങ്ങിച്ചങ്ങ്. അപ്പോൾ ഞാൻ കർത്താവിനോട് പറഞ്ഞനുസരിച്ച് അപ്പോൾ എന്നോട് ഇവിടെ ദേവസ്വം സ്നേഹിക്കുന്നവരൊക്കെ എന്നോട് പറഞ്ഞു, ഭാഷ നിങ്ങൾ ഗൾഫിൽ പോയി കിട്ടിയ പൈസ കൊണ്ട് IPCക്ക് വേണ്ടി സ്ഥലം മാറ്റി ഹോളിയായിട്ട് നിങ്ങൾ IPCക്കാർ നിങ്ങളെ
കരിയാപ്പല പോലെ എടുത്ത് കളയും. പുറത്ത് കളയും. അതുകൊണ്ട് നിങ്ങൾ എവിടെയെങ്കിലും മോളും വളർന്നു വരുന്ന കെട്ടിക്കാരായി നിൽക്കുന്നു, നിങ്ങൾ വെച്ച് സ്ഥലം മാറ്റി വിട്ടേക്കാൻ പറഞ്ഞു. ഞാനും ഇങ്ങനെ ആലോചിച്ചപ്പോൾ ദൈവം നമ്മൾ സംസാരിക്കുന്നവർ പല കാര്യങ്ങൾ ദൈവത്തിനോട് സംസാരിക്കാറുണ്ട്. അത്യാവശ്യ ചില വിഷയങ്ങളൊക്കെ പ്രാർത്ഥിച്ചാൽ അപ്പോൾ ദൈവത്തിനോട് ചോദിച്ചു, നീ എന്നോട് വാക്ക് പറഞ്ഞ് അങ്ങനെ അത് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഹോളിൻ്റെ പണി കഴിയുമ്പോഴത്തേക്ക് പൈസ ഇല്ല. അപ്പോൾ ഈ കുടുംബം എൻ്റെ സഭയിൽ നിന്ന് ഇവരൊരു 400 രൂപ എനിക്ക് തന്നുകൊണ്ടിരുന്നു. അത് 400 രൂപ വാടക എല്ലാ മാസവും ഇവർ ഇത് വാങ്ങിച്ച് വാടക കൊടുക്കും. പിന്നെ ഈ സഭയിൽ നിന്ന് കിട്ടുന്ന ചെറിയ വരുമാനം കൊണ്ട് നമ്മളിങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കും. അന്ന് കിണറൊന്നുമില്ല, ബാത്റൂമില്ല, അങ്ങനെ വളരെ ചുരുക്കത്തിൽ കൊച്ചു വീട്ടിൽ താമസിക്കുന്ന കാലം. എനിക്കങ്ങ് വലിയ വിഷമമായി. ഇവർ ഈ കുടുംബം നമ്മൾ ഒരു തെറ്റ് ചെയ്യില്ലല്ലോ. ഞാൻ ഗൾഫിൽ പോയെന്നുള്ള കാരണത്താൽ ഈ കുടുംബം അടുത്തുള്ള അകത്തത്തെ IPC അട്ടപ്പാടി സെൻറ്ററിൻ്റെ സഭയിലിട്ട് ഇവരങ്ങ് പോയി. ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ ഞാൻ എന്ത് തെറ്റ് ചെയ്തു. അപ്പോൾ ഞാൻ അബുദാബിയിൽ നിന്ന് പോരുന്നതിൻ്റെ തലേ ദിവസം അവിടെ ഒരു ഹൈന്ദവ 2 സഹോദരൻ കല്യാണം കഴിച്ചിട്ടുള്ളത് വിനിതയും അനിതയും എന്ന് പറഞ്ഞ 2 സഹോദരിമാർ അവിടെ വീട്ടിൽ പോയെന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് പോകും. ഇവർക്ക് എന്തോ ഞാൻ പ്രാർത്ഥിച്ചപ്പെട്ട അന്ന് പോരുന്നത് അന്ന് തന്നെ ഞാൻ പോരുകയും ചെയ്തു. അന്ന് ഈ മൊബൈൽ ഫോണൊന്നുമില്ല, ചെറിയ വീട്ടിൽ ചെറിയൊരു ലാൻഡ് ഫോണുണ്ട്. ഇവരിങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, കർത്താവ് ഇനി എങ്ങനെ വാഴ കൊടുക്കും, ഈ കുടുംബം പോയി കിട്ടുമ്പോൾ നമുക്ക് അന്ന് പാഷന്മാർക്ക് കിട്ടുന്ന ദശാംശമാണല്ലോ നമ്മുടെ ഒരു വരുമാനം എന്ന് പറയും. ഇവർ തരുന്ന വാഴ കൊടുക്കും. അന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു 10-28 ദിവസത്തോളം ഇങ്ങനെ പ്രാർത്ഥിച്ചു. അന്നൊക്കെ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ, ഉപവാസവും പ്രാർത്ഥന 360 ദിവസത്തിൽ 300 ദിവസവും ഉപവാസവും, നേർന്ന ഉപവാസവും നേരാത്ത ഉപവാസവും ഇങ്ങനെ പട്ടിണി എന്ന് പറയുന്നില്ല. അതെ അതെ അതെ. അങ്ങനെ ഒരു രാത്രി ഒരു 12 മണിയായപ്പോൾ ഒരു ഫോൺ എൻ്റെ വീട്ടിൽ വന്നിട്ട് ചോദിച്ചു, ഭാഷ എന്നെ അറിയോ, ഞാൻ പക്ഷെ പോരുന്ന അന്ന് അതുപോലെ പ്രാർത്ഥിക്കുന്നു, ഞാൻ അനിതയാണ് വിളിക്കുന്നത്. പക്ഷേ എനിക്ക് ഒരു അസുഖം ഉണ്ടായിരുന്നു, ക്യാൻസറായിരുന്നു, ദൈവം എനിക്ക് സൗഖ്യം തന്നു. ഞാൻ പാഷയുടെ അക്കൗണ്ടിൽ ഒരു 4000 ഇട്ടിട്ടുണ്ട്. സാങ്കുട്ടി ആ തലവ് എനിക്ക് അവർ 6-7 വർഷം ഈ 4000 വെച്ച് എല്ലാ മാസവും എനിക്ക് അയച്ചു തരുവാണ്. ദൈവത്തിൻ്റെ 400 പോയപ്പോൾ 4000 രൂപ ദൈവം എനിക്ക് അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്ത്. അപ്പോൾ കുഞ്ഞുങ്ങളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. മൂത്ത മോന് അവനെ പഠനം കഴിഞ്ഞ് അവന് ഇവിടെ ഒസൂര് പിന്നെ ഒരു ജോലിക്ക് വേണ്ടി കടന്നുപോയി. അവിടുത്തെ ജോലിയൊക്കെ എനിക്കാവുന്നപ്പോഴത്തേക്ക് അവൻ തിരിച്ച് എനിക്ക് നാട്ടിൽ വരണമെന്ന് പറഞ്ഞ് തിരിച്ചിവിടെ വന്നു. അവന് അങ്ങനെയാണ് ഒരു ചെറിയൊരു വണ്ടിയും കൊടുത്താണ് ഞാൻ അവനെ ഒരു പെയിൻറ്റിൻ്റെ ഒരു ഓർഡർ എടുക്കാൻ വിട്ടത്. ഒരു വേലയിൽ നിന്ന് അവന് നല്ലൊരു ഏഷ്യൻ പെയിൻറ്റിൻ്റെ ലീഡറും അങ്ങനെ നല്ലൊരു 10 ബിസിനസ് രംഗത്ത് അവൻ നിൽക്കുന്നു. പിന്നെ രണ്ടാമത്തെ മോന് അവന് ഇതുപോലെ പഠിച്ച് അവർ കുവൈറ്റിൽ 2 കുടുംബിക്കുന്നു. ഇളയ മോൾ അവൾ IPSന് പഠിച്ചു. അവിടെ ഒരു സബ്ജക്റ്റ് പോയി, പിന്നെ പ്രായമൊക്കെ ആയതുകൊണ്ട് പിന്നെ അവൾ MBA HR പഠിച്ചു. അവരും കുടുംബമായിട്ട് കുവൈറ്റിൽ. മൂത്ത ഈ കണ്ണുവയ്യാത്ത മോടെ വിവാഹ വാർത്ത ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ടെൻഷൻ. കൃപയാലെ ഒറ്റ ആലോചന വന്നു, ദിവയില്ലാതെ നടക്കുകയും ചെയ്തു. അവൾ നേഴ്സായിട്ട് ഇപ്പോൾ പാലക്കാട് വർക്ക് ചെയ്യുന്നു. അവരുടെ ഭർത്താവും കുവൈറ്റിലെ. അങ്ങനെ അവർ 2 പേരും കുടുംബമായിട്ട് മൂത്ത മരുമോനും കുടുംബമായിട്ട് അവരവിടെ ഇങ്ങനെ അവിടെ വർക്ക് ചെയ്യുന്നു. അങ്ങനെയാണ് അപ്പോൾ ഞാൻ അന്നും ഈ നാട്ടിലായിരിക്കുന്ന സമയത്ത് ഈ സുവിശേഷം പറയാനൊരു കൺവെൻഷൻ നടത്താനോ അല്ലെങ്കിൽ ലഘുലേഖ കൊടുക്കാൻ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ജോലി ലഘുലേഖ കൊടുക്കുന്നത്. അപ്പോൾ ലഘുലേഖ നമ്മൾ രാവിലെ ഒരു അന്നത്തെ ജോലി എന്ന് പറഞ്ഞാൽ ലഘുലേഖ കൊടുക്കാൻ പോകും. അന്ന് ഭാഷ ഒന്നും നാട്ടിൽ രക്ഷിക്കപ്പെട്ട നാളോട്ട് ഇങ്ങനെ പോകും. അപ്പോൾ ഞാൻ ആദ്യം നമ്മുടെ മാവലിക്ക രാജാനൊക്കെ നൂൻ്റെയിലെ പാട്ടുകാരായിരുന്നു, എലിയമ്മേൻ്റി ഇവരൊക്കെ. അപ്പോൾ അന്ന് ഇതുപോലെ അന്ന് നൂൻ്റെ അയക്കുമ്പോഴത്തേക്ക് ഞാൻ അന്ന് ഓർക്കുന്നു, 2 കോഴിയെ വിറ്റ പൈസ 40 രൂപയ്ക്ക് കൺവെൻഷൻ നടത്തി. ഇവർ ഫ്രീ ആയിട്ട് വന്ന് പാടി. അങ്ങനെ തമിഴ്ചാൻ വന്ന് പ്രസംഗിച്ചു, വല്യശ്ശേരാജൻ പ്രസംഗിച്ചു. അവിടെ എന്തൊരു സഭയുണ്ട്. അപ്പം അന്ന് തൊട്ട് ഞാൻ കൺവെൻഷനൊക്കെ നടത്തുന്ന ഒരു പതിവുണ്ട്. അങ്ങനെയാണ് ധോണി കൺവെൻഷൻ എന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ 25 വർഷം മുമ്പ് ആരംഭിച്ച കൺവെൻഷൻ. വളരെ ചുരുക്കത്തിൽ തുടങ്ങി. അത് ചിലപ്പം കടം വരും, ചിലപ്പോൾ വന്നിട്ട് വലിയ വണ്ടി എല്ലാം ഉണ്ടെങ്കിൽ അത് വിറ്റിട്ട് കടം വിട്ടും, പിന്നെ വണ്ടി ലോൺ എടുക്കും. അങ്ങനെയൊക്കെ നടത്തിക്കൊണ്ടിരുന്നു. കൃപയാൽ കഴിഞ്ഞ 25 വർഷം നടത്താൻ ദൈവകർത്താവാണ്. അപ്പോൾ 25 വർഷം ഈ വർഷം അപ്പം ഒരു സിൽവർ ജൂബിലി കൺവെൻഷനായിട്ട് നടത്താനായിട്ട് ചില നമ്മുടെ അനുഗ്രഹിക്കാൻ നമുക്ക് പരിചയമുള്ള ദേവദാസന്മാരെ വിളിച്ച് ആദരിച്ച്, പാലക്കാട് ജില്ലയിൽ പ്രവർത്തിക്കുന്ന പ്രായമുള്ള കർത്താസന്മാരെ വിളിച്ച് ആദരിച്ച് ഒരു ചെറിയ ഒരു 25 വർഷമായാലും ഒരു ഭംഗിയായിട്ട് നടത്താൻ കൃപ വെച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു ക്രമീകരണങ്ങൾ ചെയ്തത്. അപ്പം അങ്ങനെ കൃപയാൽ 33 വർഷമായിട്ട് പാലക്കാട് ജില്ലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഒത്തിരി സാക്ഷ്യങ്ങൾ, ഒത്തിരി അനുഭവങ്ങൾ കൂടെയൊക്കെ കർത്താവ് കടത്തിവിട്ടു.
ഒത്തിരി പട്ടിണികളും കഷ്ടതകളും ഒക്കെ കടത്തിവിട്ട അനുഭവങ്ങളൊക്കെ ഉണ്ട്. കൂടുതൽ പിന്നെ പ്രതികൂലങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ അകത്തു നിന്നും പുറത്തു നിന്നും ഒക്കെ ഉണ്ടായിട്ടുള്ള വിഷയങ്ങളുണ്ട്. അതിലൊക്കെ ദൈവം കഴിഞ്ഞ 33 വർഷത്തോടെ അനുഗ്രഹപ്പെട്ട നിലയിൽ പിടിച്ച് ഇപ്പം അതിൻ്റെ കൂടെ പട്ടാമ്പി സെൻറ്ററിൻ്റെ 2012 മുതൽ പട്ടാമ്പി സെൻറ്ററിൻ്റെ ചുമതല നമ്മുടെ ഫിലിപ്പി തോമസ് സെക്രട്ടറി ആയിരിക്കുന്ന സമയത്താണ് ചെയ്ത് ഏൽപ്പിച്ച്. ഇപ്പോൾ ഒരു 10-14 വർഷമായിട്ട് അതിൻ്റെ 8-10 കൃത്യാശ്രമങ്ങളോട് കൂടെ വർക്ക് ചെയ്യുന്നു. ഇപ്പോൾ പഴയ കാലമല്ലല്ലോ, ഇപ്പം ആത്മാക്കൾ രക്ഷിക്കുക. പട്ടാമ്പി എന്ന് പറഞ്ഞാൽ മുഴുവൻ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തിങ്ങി പാർക്കുന്ന സ്ഥലമാണ്. എങ്കിലും ഒരു നല്ല സഭയിൽ 1-2 സഭകളുള്ളൂ. ബാക്കിയെല്ലാം ചെറിയ പുതിയ പ്രവർത്തനങ്ങളാണ്. 10-8 പ്രവർത്തനങ്ങളുണ്ട്. കൃപയാൽ അങ്ങനെ ഈ 10-14 വർഷമായിട്ട് അതിൻ്റെ പ്രവർത്തനം നടക്കുന്നു. അപ്പോൾ 25ാമത്തെ വർഷമാണ് നമ്മുടെ ധോണി കൺവെൻഷൻ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ 8 മക്കളാണ്. അവരാരും വിശ്വാസത്തിലേക്ക് കടന്നു വന്നിട്ട് ഒരു അനിയനും കുടുംബവും ചേട്ടൻ്റെ മകളും കുടുംബവും ഇങ്ങനെ വിശ്വാസം ബാക്കിയുള്ളവർക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ജീവിതത്തിൻ്റെ ഒരു അനുഭവങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ പാസ്റ്റേ, പിന്നെ കഴിഞ്ഞ ദീർഘവർഷങ്ങളായിട്ട് എനിക്ക് പാസ്റ്റേ വ്യക്തിപരമായിട്ട് അറിയാം. ധോണിയിലെ കൺവെൻഷനിൽ ഞാൻ വന്ന് അവിടെ പ്രസംഗിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എനിവേ, പാലക്കാട് ജില്ലയിൽ ധോണി എന്ന് പറയുന്ന സ്ഥലത്ത് വന്യമൃഗങ്ങളുടെ ഒക്കെ ശല്യമുള്ള ഒരു മേഖലയിലാണ് കർത്താവിൻ്റെ ദാസൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷകളെയും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെയും ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുക. ജനുവരി മാസം അവസാന ആഴ്ചയിൽ അവിടെ വെച്ച് ധോണി കൺവെൻഷൻ്റെ ജൂബിലി ആഘോഷങ്ങൾ നടക്കുകയാണ്. ആ ജൂബിലി കൺവെൻഷൻ നടക്കുകയാണ്. ആ കൺവെൻഷനെയും കർത്താവ് അനുഗ്രഹിക്കേണ്ടതിന് വേണ്ടി വലിയ വിശാലത അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖലകളിൽ ഉണ്ടാകേണ്ടതിനു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ ദാസനെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും അദ്ദേഹത്തിൻ്റെ സഭയെയും പ്രവർത്തനങ്ങളെയും ഒക്കെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രേക്ഷകർ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ ഈ വീഡിയോയുടെ അവസാനത്തിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ അദ്ദേഹവുമായി ബന്ധപ്പെടുക. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഓക്കെ.